ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇവർ വിവാഹിതരായൽ എന്ന പരമ്പരയുടെ അടുത്ത ആഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇവർ വിവാഹിതരായൽ എന്ന പരമ്പരയിൽ നമ്മുടെ അജയ് ഇനി നേരിടാൻ പോകുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ്. കാരണം അജയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അജയ് ആഗ്രഹിക്കാത്തൊരു മുഖമാണ് അഞ്ജനയുടെ മുഖം. ആ അഞ്ജനെ ഒരു വിവാഹം കഴിച്ച് തന്റെ ജീവിതത്തിലോട്ട് അഞ്ജനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അജയ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അജയ് ഇതെല്ലാ കാര്യങ്ങളും ഭൂമിയോട് പറഞ്ഞ് ഭൂമിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടൊക്കെയാണ്. അതായത് മറ്റൊന്നുമല്ല, അതായത് ഒരു വർഷത്തേക്ക് ഭൂമിയെ വിവാഹം ചെയ്ത് ഒരു കരാർ അനുസരിച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കണം. കാരണം അഞ്ജന തന്റെ ലൈഫിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഉപാധി എന്നുള്ളതാണ്. അപ്പൊ ഭൂമിക്ക് ആദ്യം, കാരണം അത് ഭൂമി സമ്മതിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഭൂമിയുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് അതിന് വേണ്ടുന്ന പണം അതാണ് അതിന് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലമായിട്ട്. അപ്പൊ അമ്മയെ രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഭൂമിക്കുണ്ടായത്. അങ്ങനെ ഭൂമി ആ കരാറിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അതനുസരിച്ചിട്ട് അജയ് പറയുന്നത്, അതായത് ഇനി വിവാഹത്തിന് 2 നാളുകളേ ഉള്ളൂ, അതിനു മുന്നേ ആയിട്ട് നമ്മുടെ വിവാഹം നടന്നിരിക്കണം നിയമപ്രകാരം. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ താൻ എന്നോടൊപ്പം നിന്ന് ചെയ്തു തരണമെന്ന് അജയ് ഭൂമിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആദ്യം ഭൂമി സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഭൂമി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ തുടർന്ന് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ അജയ് ആക്കുകയാണ്. അപ്പം നമ്മുടെ ആൽബർട്ട് ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അജയ്ക്ക് ചെയ്തു കൊടുക്കണം. അജയുടെ ഫ്രണ്ട് ആണല്ലോ ആൽബർട്ട്. അപ്പം വക്കീല് എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സൗഭാഗ്യപുരം തറവാട്ടിലാണെങ്കിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങളും അതിനു വേണ്ടുന്ന ആൾക്കാരെ ക്ഷണിക്കലും എല്ലാം ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമിയുടെ അടുത്ത് അജയ് പറയുന്നുണ്ട്, അതായത് നാളെ ഞാൻ വിളിക്കുമ്പോ നമുക്ക് താലിയൊക്കെ മേടിക്കണമല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ജ്വല്ലറിയിൽ വരണം, താൻ കൂടെ വരണോന്ന് പറയണം. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ പിറ്റേ ദിവസം അജയ് ഭൂമിയുടെ അടുത്ത് സമയവും ഏത് ജ്വല്ലറി ആണ് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അഞ്ജനയ്ക്ക് വേണ്ടുന്ന ഓർണമെന്റ്സ് എടുക്കാനായിട്ട് മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരും ജ്വല്ലറിയിലോട്ട് ചെല്ലേണ്ട കേട്ടോ. സംഗീതയും ഭവാനിയും അതുപോലെ അനുപമയും എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് ചെന്ന് അഞ്ജനയ്ക്ക് വേണ്ടുന്ന ആഭരണങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് അവരിങ്ങ് പോവാണ്. അപ്പൊ നമ്മുടെ അനുപമയും അതുപോലെ നമ്മുടെ അഞ്ജനയും കൂടെ ഒരു മാല ലാസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് അവരിങ്ങനെ നോക്കണം. അപ്പൊ മറ്റുള്ളവരൊക്കെ സ്വർണ്ണം എടുത്തിട്ട് നേരെ ഇങ്ങ് വീട്ടിലോട്ട് സൗഭാഗ്യപുരത്തോട്ട് പോന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഇത് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഭൂമി ആ ജ്വല്ലറിക്ക് ഉള്ളിലോട്ട് വരുന്നത്. അങ്ങനെ ഭൂമിയെ നമ്മുടെ അഞ്ജന കാണേന്. പക്ഷെ നീ എന്തിനാ ഈ ജ്വല്ലറിയിലൊക്കെ ഒരു 10,000 രൂപ പോലും തികച്ചെടുക്കാൻ നിന്റെ കയ്യിൽ ഉണ്ടാവൂടി? എടി, ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 രൂപയെങ്കിലും വേണം ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു തരി പൊന്നു മേടിക്കണമെങ്കിൽ. നീ പിന്നെ എന്ത് കണ്ടിട്ടാ ഇങ്ങോട്ട് വന്ന എന്നൊക്കെ പറഞ്ഞ് ആ ഭൂമിയെ ഒരുപാട് ആക്ഷേപിക്കുമ്പോഴേക്ക് നമ്മുടെ അഞ്ജന സംസാരിക്കുന്നത്. അപ്പൊ അനുപമ പറയുന്നുണ്ട്, വേണ്ട വേണ്ട അഞ്ജന, ഒന്നും പറയണ്ടെന്നൊക്കെ അനുപമ പറഞ്ഞിരുന്നാലും നമ്മുടെ അഞ്ജന ഭൂമിയെ ഇൻസൾട്ട് ചെയ്യും പോലെ സംസാരിക്കാനുണ്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ആൽബർട്ടും അതുപോലെ അജയും കൂടെ വരുമ്പോഴേക്കും നമ്മുടെ അഞ്ജനയും അനുപമയും കൂടെ തിരിച്ച് ആ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ അവര് പതുക്കെ പെട്ടെന്ന് മാറി നിൽക്കും, അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് കാറിൽ കയറി പോയതിന് ശേഷമാണ് അജയും ആൽബർട്ടും കൂടെ ഈ ജ്വല്ലറിക്കുള്ളിലോട്ട് ചെല്ലുന്നത്. അപ്പൊ ഭൂമി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ എത്തി ഭൂമിക്ക് ആദ്യം തന്നെ അജയ് ഒരു കമ്മൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭൂമിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇത് വാങ്ങിയില്ല എന്ന് കരുതി ഒരു പരാതിയില്ല. അജയ് എന്തെടുക്കണോ അത് ഓക്കെ, കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഭൂമി ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അജയ് ഒരു കമ്മൽ എടുത്തു, പിന്നെ ഒരു നെക്ലസ് എടുത്തു, പിന്നെ ഭൂമിക്ക് വേണ്ട അത്യാവശ്യം ഓർണമെന്റ്സ് ഒക്കെ എടുക്കുകയാണ്. അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൻഡ്രൂസ് ചോദിക്കും, അല്ല ആൽബർട്ട് ചോദിക്കും, അല്ല അജയ്, നീ ഇതൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടതെന്ന് വെച്ചാൽ താലിയാണ്, അത് ആദ്യം സെലക്ട് ചെയ്യുന്ന പറയാം. അങ്ങനെ അവസാനം താലിയൊക്കെ സെലക്ട് ചെയ്ത് എല്ലാ ഓർണമെന്റ്സ് ഒക്കെ മേടിച്ച് ഭൂമിയും കൊണ്ട് കാറിൽ തിരിച്ച് വൈകിട്ടോടുകൂടി ഭൂമിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അജയ് ഇറക്കുകയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ ലക്ഷ്മിയേട്ടത്തി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഭൂമി ഇറങ്ങി വരുമ്പോഴേക്കും ലക്ഷ്മിയേട്ടത്തി അജയുടെ അടുത്തോട്ട് ചെല്ലും. അല്ല അജയ് മോനെ, ഒരു കാര്യം പറയാനായിട്ടാണ്, അറിയാലോ ഭൂമിക്ക് ആ
ആരും അമ്മയോ അച്ഛനോ ഒന്നുമില്ല. അപ്പോ അവളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം അവൾ ആലോചിച്ചിട്ടാണോ ഇത് ചെയ്തതെന്നറിയില്ല. അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു കാര്യത്തിന് തയ്യാറായത്. അപ്പൊ മോന് അവളെ ഒരിക്കലും ചതിക്കരുത്. ഇല്ല ഇല്ല, ലക്ഷ്മിയേച്ചി അങ്ങനെയൊന്നും കരുതണ്ട, അവള് എന്റെ കയ്യിൽ സുരക്ഷിത തന്നെയായിരിക്കും, ഒന്നും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ അജയ് ലക്ഷ്മിയേട്ടത്തിയുടെ അടുത്ത് പറയുന്നത്. കാരണം അവളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പക്വതയും വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഒരു വിവാഹ ജീവിതം എന്താണെന്നോ അതൊന്നും അവൾക്കറിയില്ല. അപ്പൊ മോൻ അത് അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ഭൂമിയുടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആക്കണം. അപ്പൊ അജയ് ലക്ഷ്മി ചേച്ചിയെ സമാധാനിപ്പിച്ച് തന്നെയാണ് വിടുന്നത്. അതിലൊന്നും ഒരു ടെൻഷൻ വെക്കണ്ട എന്ന രീതിയിൽ. അങ്ങനെ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ അകത്ത് കയറി വരേണ്. ആ സമയത്ത് ഭൂമിയോട് ചോദിക്കും, മോളെ നിനക്ക് ഇനിയും ആലോചിക്കാനുള്ള സമയമുണ്ട്. കാര്യം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ നിന്റെ ലൈഫ് പോലും കളഞ്ഞ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇനിയും വേണമെങ്കിൽ നിനക്ക് തീരുമാനിച്ച് ഇതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാം. അപ്പൊ മോൾ ഒന്നും കൂടെ വേണമെങ്കിൽ ആലോചിക്കുക. ഇല്ല ലക്ഷ്മിജി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എനിക്ക് ഈ ലോകത്ത് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല ലക്ഷ്മിജി. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഇത് സമ്മതം മൂളി എന്ന് പറയാണ്. അപ്പൊ ഈ സമയം നമ്മുടെ ഏകദേശം വിവാഹത്തിന്റെ ദിവസങ്ങളൊക്കെ അടുത്ത് വരെയാണ്. അപ്പൊ അജയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അതേസമയം നമ്മുടെ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം വിവാഹ മുഹൂർത്തങ്ങളൊക്കെ എത്തിയല്ലോ. പാട്ടും മേളവും ഡാൻസും അങ്ങനെ വേണ്ടുന്ന ഒരു ഉത്സവം പോലെ തന്നെ എല്ലാവരും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ അജയ്ക്കാണെങ്കിൽ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഇനി ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എത്തും, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കഴിഞ്ഞു പോയെങ്കിൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് അജയ് ഇരിക്കുന്നത്. അപ്പൊ എന്തായി തീരും എന്നുള്ള ഒരു ടെൻഷനൊക്കെ അജയ്ക്ക് ഉണ്ടാവുമല്ലോ. അജയ് അതിനു വേണ്ടിയിട്ട് ചില പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൽബർട്ടിന്റെ കൂടെ നിന്നിട്ട് വിവാഹത്തിന്റെ, അതായത് അവരുദ്ദേശിക്കുന്നത് മുഹൂർത്തത്തിന് മുന്നേ ഭൂമിയുടെയും അജയുടെയും വിവാഹം നടന്നിരിക്കണം അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പൊ അതാണ് അവരുടെ പ്ലാനിങ്. അങ്ങനെ വിവാഹ ദിവസം എത്തിയാണ്. ഭവാനിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം. അഞ്ജനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കാത്തിരുന്ന് ആ നിമിഷം, ആ മുഹൂർത്തം, താൻ എല്ലാത്തിൻ്റെയും എല്ലാ സ്വത്തുക്കളുടെയും അധിപതിയാകും എന്നുള്ള ആ ഒരു വ്യാമോഹം, അങ്ങനെ അതൊക്കെ അഞ്ജനയിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ഭയങ്കര പടി കെട്ടി പോയി, അഹങ്കാരത്തിന്റെ പടി. അങ്ങനെ വിവാഹ ദിവസം ഇങ്ങനെ അടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഭൂമി അജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അഞ്ജന ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു വന്നിട്ട് താൻ ഇതിലേക്ക് ഇറങ്ങുമ്പോ ആ കുട്ടിക്ക് എന്നോട് ഭയങ്കര ഒരു ഇതാവില്ലേ അജയ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അജയ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഭൂമിനെ, താൻ അതൊന്നും ഓർക്കണ്ട. ആ അമ്മയ്ക്കും മോളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഈ സ്വത്തുക്കളെല്ലാം അവരിൽ മാത്രം ആക്കി തീർക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അല്ലാണ്ട് അവർക്ക് ഈ കുടുംബമായിട്ടോ നമ്മളുമായിട്ടോ യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല ഭൂമി എന്നുള്ളതൊക്കെ അജയ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ. അങ്ങനെ വിവാഹ ദിവസം എത്തേണ്. അങ്ങനെ നമ്മുടെ ഭൂമി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിവാഹ വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയാണ്. ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മിയേച്ചി എല്ലാ കാര്യങ്ങളും ഭൂമിക്ക് പൂവൊക്കെ വെച്ചു കൊടുത്ത് മറ്റുമൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കണം. ആഭരണങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഭൂമി എന്തോ ഒരു മരവിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഭൂമി. അതിനുശേഷം എല്ലാം റെഡി ആയ ശേഷം ഭൂമി അച്യുതന്റെ ഫോട്ടോയിൽ ചെന്നിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, അച്ഛന് എന്നോട് ഒരു ഇഷ്ടക്കുറവും തോന്നരുത്, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനായും അമ്മയായും നിങ്ങൾ രണ്ടുപേരും മാത്രം മതി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു കാര്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയുടെ അരികിൽ നിന്ന് ഭൂമി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇതേ സമയം അജയ് രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ നേരെ സംഗീതയുടെ അടുത്ത് ചെന്നിട്ട് പറയാം, അമ്മ എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം, ഞാൻ വേഗം തന്നെ വന്നേക്കാന്ന് പറയും. എങ്ങോട്ടാ മോനെ നീ പോണേന്ന് സംഗീത ചോദിക്കും. അപ്പോൾ നമ്മുടെ അജയ് പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, ഞാൻ വേഗം വന്നോളാം, മുഹൂർത്തത്തിന് മുന്നേ തന്നെ ഇങ്ങ് എത്തിയാ പോരെ എന്നൊക്കെ പറയണ. ആയിക്കോട്ടെ. എന്നിട്ട് അജയ് പതുക്കെ നമ്മുടെ സംഗീതയുടെ കാല് തൊട്ട് തൊഴണം. ഇതെന്തിനാടാ ഇപ്പോഴേ, അതൊക്കെ മണ്ഡപത്തിൽ കയറുന്നതിന് മുന്നേ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു. ഒന്നുമില്ല വെറുതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അജയ് ഇറങ്ങിയ ശേഷം ഭൂമിയെ വിളിക്കുന്നുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരണോ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഭൂമി പറഞ്ഞു, ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ രശ്മിയേച്ചി ഇവിടെ ഉണ്ട്, അപ്പൊ അജയ് ഇവിടെ വരാമോ എന്ന് ചോദിക്കാം. അങ്ങനെ ഭൂമിയുടെ വീട്ടിൽ നിന്നും പിക്ക് ചെയ്ത് അവരെയും കൊണ്ട് നേരെ അമ്പലത്തിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൽബർട്ട് അവിടെ വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെയാണ്. ഈ സമയം നമ്മുടെ അഞ്ജന
ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടാണ് എല്ലാവരുടെ മുന്നിൽ വരുന്നത്. ഭവാനി പോലും അഞ്ജനയെ കണ്ടിട്ട് പെട്ടെന്ന് ഇതായി, നല്ല ഭംഗിയുണ്ട് എൻ്റെ മോൾ, ഇന്ന് എന്നത്തെക്കാട്ടിലും ഒരുപാട് സുന്ദരിയായിട്ടാണ് എൻ്റെ മോൾ ഇരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ഭവാനി അഞ്ജനയോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും വന്ന് കണ്ടിട്ട് എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ, അല്ല ഐശ്വര്യത്തോടു കൂടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അഞ്ജന ആ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. അങ്ങനെ വല്യമ്മാവന്റെയും അങ്ങനെ എല്ലാവരുടെയും, സംഗീതയുടെയും മാധവന്റെ ഒക്കെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാം ചോദിക്കും, എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചു അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഭവാനി പറയും, ഇല്ല മോളെ, ഒരാളുടെയും കൂടെ അനുഗ്രഹം നീ മേടിക്കണം, മറ്റാരുമല്ല, സുമിത്രയുടെ എന്ന് പറയും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഷോക്കായി പോയിണ്. കാരണം നമ്മുടെ അതായത് അഭിരാമിയുടെ അമ്മ, അതായത് സത്യദാസിന്റെ ഭാര്യയായ സുമിത്രയുടെ അനുഗ്രഹം കൂടെ എൻ്റെ മോള് മേടിക്കണം എന്നിങ്ങനെ പറയണം. അങ്ങനെ സുമിത്രയുടെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടാവും. സുമിത്ര ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. സത്യദാസ് പോലും ഒരു നിമിഷം ഞെട്ടിപ്പോവാണ് ഭവാനിയുടെ ഈ ഒരു ഇത് കേട്ടിട്ട്. അങ്ങനെ നമ്മുടെ അഞ്ജന നേരെ ചെന്നിട്ട് സുമിത്രയുടെ ഫോട്ടോയിൽ നേരെ നിന്ന് ഇങ്ങനെ തല ടച്ച് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ആ ഫോട്ടോ പെട്ടെന്ന് താഴെ നിലത്ത് ചാടേണ്ട, നിലത്ത് ചാടി അതിന്റെ ചില്ലെല്ലാം പൊട്ടിത്തെറിക്കണം. എന്തോ ഒരു ദുശകനം പോലെ അതങ്ങ് മാറേണ്. എല്ലാവർക്കും മനസ്സിന് പെട്ടെന്ന് ആ ഒച്ച കേട്ട ഷോക്കും പിന്നെ അത് ഇങ്ങനെ അഞ്ജനയുടെ കൈ തട്ടി വീണു എന്നുള്ളതൊക്കെ ആയപ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ്നെസ് എല്ലാവർക്കും ഫീൽ ചെയ്തു. അപ്പൊ സത്യദാസ് പറഞ്ഞു, അതൊന്നും പേടിച്ച് ടെൻഷൻ ആവണ്ട, നമുക്ക് വേണമെങ്കിൽ മുഹൂർത്തത്തിന് മുന്നേ ഒന്ന് പോയി അമ്പലത്തിൽ തൊഴുതിട്ട് വരാം എന്ന് പറയണ. അങ്ങനെ എല്ലാവരും കൂടി നേരെ ഈ അമ്പലത്തിൽ പോകുന്നത്. എവിടെയാണ്? നമ്മുടെ ഭൂമിയും അജയും വിവാഹം ചെയ്യാൻ നിൽക്കുന്ന അതേ അമ്പലത്തില്. അങ്ങനെ നമ്മുടെ ഭൂമിയുടെയും അജയുടെയും വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയി അവരെ മണ്ഡപത്തിലോട്ട് കയറ്റിണ്. അപ്പൊ ആൽബർട്ട് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. വക്കീൽ അവരൊപ്പം തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുഹൂർത്തത്തിന്റെ സമയം ആവേണ്. അപ്പൊ ലക്ഷ്മിയേച്ചി കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാം തൊഴുത് വലം വെച്ച് അവര് നേരെ ആ കതിർ മണ്ഡപത്തിന്റെ, അപ്പൊ അമ്പലത്തിൽ തന്നെ ഒരു മണ്ഡപമുണ്ട്, ആ മണ്ഡപത്തിലോട്ട് ഭൂമി അജയും കയറുകയാണ്. നമ്മുടെ അഞ്ജനയും ബാക്കി എല്ലാവരും ഇതേ അമ്പലത്തിൽ വന്ന് തൊഴുത് ആ ശകുനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അവരും പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. അപ്പൊ രണ്ടുപേരും രണ്ടറ്റത്താണ്. അപ്പൊ അതുകൊണ്ട് അജയിനെയും ഭൂമിനെയും ഒന്നും അവർ കണ്ടില്ല. അങ്ങനെ തൊഴുത് വലം വെച്ച് അവർ പോകാനായിട്ട് നോക്കണം. അപ്പം ഇതിനിടയിൽ നമ്മുടെ ഭൂമി ഇങ്ങനെ അമ്പലത്തിന്റെ ആ നട തൊഴുത് ഇങ്ങനെ വരുന്ന സമയത്ത് അജയ് ചോദിക്കുന്നുണ്ട്, ഭൂമി താലിമാല എടുത്തായിരുന്നോ? അപ്പം ഭൂമി എടുത്തു എന്ന്, അത് നോക്കുണ്ടോന്ന്. അപ്പം ഭൂമി കാണിച്ചു കൊടുക്കണ്ടേ കയ്യിലുണ്ട് എന്നുള്ളത്. കാരണം എല്ലാം മേടിച്ച് ഭൂമിയുടെ കയ്യിൽ തന്നെയാണ് അജയ് കൊടുത്തിരുന്നത്. അങ്ങനെ ഭൂമി ഇങ്ങനെ ആ താലിയായിട്ട് ഇങ്ങനെ നടന്ന് അജയുടെ ഒപ്പം കയറി വരുന്ന സമയത്താണ് ഒരു കല്ലിലോ എന്തോ തട്ടി ജസ്റ്റ് ഭൂമി വീഴാനായിട്ട് പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് ആ കയ്യിൽ നിന്ന് താലി തെറിക്കണതും അത് മറ്റാരുടെ ഒരാളുടെ കയ്യിൽ താഴെ വീഴാണ്ട് പെട്ടെന്ന് പിടിക്കുകയാണ്. അപ്പം ഭൂമി പെട്ടെന്ന് ഉയർന്നു നോക്കുമ്പം മുഖം പകുതി മറിച്ച് ഏതോ ഒരു ഇങ്ങനെ ഈ ഭിക്ഷാടനത്തിനൊക്കെ ഇരിക്കും പോലുള്ള ഏതൊരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ അവരുടെ കയ്യിൽ ആ താലി നിലത്ത് ചാടണ്ട എന്ന് കരുതിയാണ് അവരത് ക്യാച്ച് ചെയ്തത്. അങ്ങനെ അത് കയ്യിൽ എടുത്തിട്ട് അത് ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭൂമി അവരുടെ കാല് തൊട്ട് തൊഴണം. അപ്പം ആ സ്ത്രീയുടെ മുഖം അത്ര ക്ലിയർ അല്ല, മുഖം പകുതിയോളം മറച്ചിട്ടുണ്ട്. ഈ സ്ത്രീ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മറ്റാരുമില്ല, സ്വന്തം അമ്മ തന്നെയാണ്. നമ്മുടെ ഭൂമിയുടെ സ്വന്തം അമ്മ സുമിത്ര തന്നെയാണ്. വർഷങ്ങളായിട്ട് മറ്റാരുടെയും കണ്ണിപ്പെടാണ്ട് അവരവിടെ ഒരു കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചും മറ്റുമൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞങ്ങ് കൂടെയിരുന്നു. അപ്പോൾ ഭൂമി അവരുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം അമ്മയുടെ തന്നെ അനുഗ്രഹം മേടിച്ച് ആ മണ്ഡപത്തിൽ കയറാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ഭൂമിക്കുണ്ടായി. അങ്ങനെ അവർ ആ മാല മേടിച്ച് ഭൂമിയുടെ കൊടുത്തിട്ട് ഭൂമി അനുഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം അമ്മയുടെ തന്നെ ഒരു അനുഗ്രഹം ഭൂമിക്ക് ദൈവമായിട്ട് അത് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഭൂമി അകത്തോട്ട് തജിയോടൊപ്പം കയറുമ്പോഴും ഭൂമി ഒരു നിമിഷം തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ല, എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു ഹൃദയ ബന്ധം, ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു വികാരം, അത് പെട്ടെന്ന് ഭൂമിക്ക് അവർ കണ്ടപ്പോൾ ഇതാരാ, എന്തോ ഒരു ഫീലിങ്സ് പോലെയൊക്കെ ഭൂമിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ അജയും ഭൂമിയും മണ്ഡപത്തിൽ കയറി അവര് താലിമാലയൊക്കെ ഇട്ട് അവരുടെ വിവാഹം നടക്കുകയാണ്. ഈ സമയം അഞ്ജനയും ബാക്കിയുള്ളവരൊക്കെ തൊഴുത് തിരിച്ച് സൗഭാഗ്യപുരത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നു. അപ്പം അഞ്ജന വിളിച്ചു നോക്കിയാണ് നമ്മുടെ അജയിനെ, കിട്ടുന്നില്ല, ഔട്ട് ഓഫ് കവറേജ് ഒക്കെ പറയുന്നുണ്ട്. അതേ സമയം നമ്മുടെ സംഗീതയും നമ്മുടെ അജയെ കോൾ ചെയ്യണം, പക്ഷെ സംഗീതയ്ക്കും കിട്ടുന്നില്ല. അപ്പൊ ടെൻഷൻ ആവുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ വരും എന്നല്ലേ പറഞ്ഞു പോയത്. അങ്ങനെ
അഞ്ജന എന്തായാലും റെഡി ആയിട്ട് ആ ഒരു വിവാഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ആ ഒരു സന്തോഷവും ആ ഒരു നാണത്തോടു കൂടിയൊക്കെ എല്ലാവരുടെയും, കാരണം ഒരുപാട് ഗസ്റ്റുകൾ വിളിച്ചവരൊക്കെ വരുന്നുണ്ട്, അതനുസരിച്ച് അഞ്ജന നിൽക്കണം. അങ്ങനെ മുഹൂർത്തത്തിന്റെ സമയം ഇങ്ങനെ അടുത്ത് വരെയാണ് കേട്ടോ. അപ്പൊ എല്ലാ ഒരുക്കങ്ങളും റെഡി. അപ്പൊ മാധവൻ ചോദിക്കുന്നുണ്ട്, സംഗീതേ അജയ് എവിടെ പോയിക്കാണ്, ഇത്രയും നേരമായല്ലോ, മുഹൂർത്തത്തിന് ഇനി സമയമില്ലല്ലോ, അവന് വന്ന് ഡ്രസ്സൊക്കെ ചെയ്യണ്ടേ, അവൻ ഇത് എന്താ ഈ കാണിക്കണേ, ഇതിന് മാത്രം എന്ത് അത്യാവശ്യം അവനുള്ളത്, ഇന്ന് വിവാഹമാണെന്ന് അറിയില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അജയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല പേടിക്കണ്ട, തിരിച്ചു വന്നോളും എന്നുള്ളത് പറയാൻ കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ഇന്ന്, അതായത് ഈ ഒരാഴ്ചയിൽ വരുന്നത് നമ്മുടെ അഞ്ജനയൊക്കെ ഇങ്ങനെ അജയിനെ കാത്ത് മുഹൂർത്തമായിട്ടും കാണാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ നല്ല സസ്പെൻസോട് കൂടി ഒരു ട്വിസ്റ്റ് അവിടെ വരുന്നുണ്ട്. അതായത് അഞ്ജന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, സൗഭാഗ്യ അവിടെ തറവാട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാറ് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കാറിൽ നിന്ന് 2 പേര് ഇറങ്ങുകയാണ്, അതും വിവാഹ വേഷത്തില്. അത് മറ്റാരുമല്ല, നമ്മുടെ അജയും ഭൂമിയാണ്. അവര് തമ്മിലുള്ള വിവാഹം നടന്നിട്ട് അവര് നേരെ സൗഭാഗ്യപുരത്തേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. അപ്പൊ ഈ സീൻ ഫസ്റ്റ് കാണുന്നത് മറ്റാരുമല്ല, നമ്മുടെ അഞ്ജന തന്നെയാണ് ഈ സീനെ നേരിട്ട് കാണുന്നത്. ആകെ ബുദ്ധിമുട്ടായി പോയില്ലേ അഞ്ജനയുടെ കണ്ണുകളെ പോലും അഞ്ജനയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പൊ ഏകദേശം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയിൽ ഇതൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ച വരുന്നത്. നമ്മുടെ വീഡിയോ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ടൊന്നും കേൾക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.